പിന്നെ കഴിഞ്ഞ യാത്രയിൽ ആ ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം മൂത്രമൊക്കെ പിടിച്ചു വെക്കേണ്ട UTI അടിക്കാനുള്ള ചാൻസ് ഒക്കെ, അതായത് ഇൻഫെക്ഷൻ അടിക്കാൻ ചാൻസ് ഒക്കെ കൂടുതലാണ്. നമ്മളിങ്ങനെ നടക്കുക, ഞാൻ അഫ്നാനിങ്ങനെ നടക്കുകയാണ്, നമുക്ക് എവിടെയും ക്യാമ്പ് അടിക്കണം. നമ്മൾ നടന്ന് പോയി, പക്ഷേങ്കിൽ എവിടെയായിട്ടും ക്യാമ്പ് അടിക്കാനുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പേടിയായി തുടങ്ങി. അതായത് ഞങ്ങളൊരു വീടിൻ്റെ മുന്നിലാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് വെച്ചപ്പം നമ്മൾ കയറി ഇങ്ങനെ നോക്കുമ്പം 2 പലക, താഴെ കുറേ വൈക്കോലൊക്കെ. അത് ടോയ്ലറ്റ് ആണ് ആക്ച്വലി. ഇതേപോലെ ആവേശത്തിന്റെ പുറത്ത് പോയതാണ് ലഡാക്കിൽ. ഒരു മരുന്ന് പോലും എടുത്തിട്ടില്ല. അപ്പം ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്ന സമയത്ത് പണ്ട് ആ മെഡിക്കേഷൻ ഒന്നും കൊണ്ടുപോയിരുന്നില്ല. അപ്പം വയ്യാതെയായി, അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ട്രക്കിൽ പോകുന്നത് ശരിക്കും റിസ്ക് ആണ്. എന്നിട്ടും ഒരു ട്രക്ക് നിർത്തിയിട്ട് നമ്മളതിൽ കയറിയിട്ട് ഞങ്ങൾ പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ പോരുന്നതിലേക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ അങ്ങനെ പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പണി കിട്ടുന്നത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. 2 ദിവസമായിട്ട് അതും കൊണ്ട് നടന്നു. പിന്നെ ആർമിയിൽ പോയപ്പോഴാണ് ഇതാണ് വിഷയം. അതിൻ്റെ ഒന്നും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അത് പുറത്തൊക്കെ പോയാൽ എങ്ങനെയാണ് ആൾക്കാർ എടുക്കാറിയാത്തതുകൊണ്ട്. എനിക്ക് മനസ്സിലായി അത്ര ശരിയായിരിക്കില്ല എന്നുള്ളത്. അപ്പം അന്ന് രാത്രി ഞാൻ എവിടെ കിടക്കും? ആ 1 വീക്കിലാണ് എനിക്കിപ്പോൾ ഈ ലേറ്റസ്റ്റ് വള്ളി കിട്ടുന്നത്. അതായത് ഒരു പണി കിട്ടിയായിരുന്നു. അപ്പോൾ അത്രയും സമയം കൊണ്ട് കിട്ടിയ ആ ഫുൾ സന്തോഷം ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് ഇല്ലാണ്ടായി. അന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടെൻറ്റിൽ കയറി കിടക്കാൻ പേടിച്ച് അവസാനം ആ ചേച്ചീൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നീ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് കിടന്നോ, അതായിരിക്കും നിനക്ക് ഒന്നുകൂടെ നല്ലതെന്ന്. അതിൽ ഏറ്റവും പീക്ക് സന്തോഷവും ഏറ്റവും പീക്കായ വേസ്റ്റ് എക്സ്പീരിയൻസും ഒരുപോലെ കിട്ടിയൊരു ട്രിപ്പ്. സീരിയസ്ലി ഇതൊന്നും വീഡിയോ ഒന്നും എവിടെയില്ല, പക്ഷേ ഇതാണ് അന്ന് നടന്നത്. അന്ന് രാത്രി നല്ലോണം പേടിച്ചു. ഒരു ടൈമിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് അന്ന് രാത്രി ഉറക്കം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് മൂപ്പരത് ഫുള്ള് കാണൂല. ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫുഡ് അല്ലാന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് തന്നെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു? ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ അടുത്ത് കുറെ കബാബ്, അതേപോലെ ബിരിയാണി ഒക്കെ കിട്ടും. അപ്പം ഫുഡ് അല്ലെങ്കിൽ പോലും എനിക്ക് കഴിച്ചതിൽ ഏറ്റവും അടിപൊളി തോന്നിയിട്ടുള്ളത് ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡാണ്. ഫുഡ് ഇൻഫെക്ഷൻ ഒരു പണിയാണ്, എന്നാൽ പോലും അവിടുത്തെ കബാബ്, അവിടുത്തെ മറ്റേ മോമോസ്, ബിരിയാണി, അവിടുത്തെ ദം ബിരിയാണി ഒക്കെ സൂപ്പറാ. ഞാൻ ഫുഡി അല്ല, പക്ഷെ ഞാനത് പറയണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഫുഡാണ്, ഡൽഹി ഫുഡുകളാണ്. പിന്നെ ഞാനൊരു ചായ ഫാനാണ്. അപ്പൊ കുറച്ചുകൂടെ ചായ ചോദിക്കുന്നതായിരിക്കും നന്നായി. ചായ ഞാൻ കണ്ടു, ഏതോ 170 രൂപ കൊടുത്തിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു. ഞാൻ അത്ര എക്സ്പെൻസീവ് ആണല്ലോ. ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ചായക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കൂലേ. നേപ്പാളിൽ പോയപ്പോഴും ഞാൻ കോംപ്രമൈസ് ചെയ്യാത്തൊരു സാധനം ചായ ആയിരുന്നു. എത്ര റേറ്റ് ആണെങ്കിലും അത് ഞാൻ വാങ്ങി കുടിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഏത് റേറ്റ് ആയിരിക്കും? ഒരു 300-400 ഒരു ഗ്ലാസ് ചായക്ക് 400 രൂപ. അതുപോലെ പക്ഷെ വേറൊന്നുണ്ട്, നമ്മളെ പോലെയല്ല, അവര് അതിലേക്ക് പിന്നെയും ഒഴിച്ചു തരും. ഒരു റൗണ്ട് കഴിഞ്ഞാലും പിന്നെ ചായ അവർ ഒഴിച്ചു തരും. അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര അൺലിമിറ്റഡ് പോലെ ഒഴിച്ചു തരും. അത് അവരൊരു കൾച്ചറാണ്, ഷെർപ്പ കൾച്ചർ എന്ന് പറയും. അതായത് അവർ പിന്നെയും നമുക്ക് ഒഴിച്ചു തരും. അതായത് നമ്മളെ ഒരു അതിഥി മര്യാദ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അല്ല, 400 രൂപ കൊടുത്തൊരു ഗ്ലാസ് ചായക്ക് മാത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഞാൻ കേട്ടെന്തോ ഒരു കോഴിമുട്ടയ്ക്ക് പോലും എത്രയോ 1500 ഒരു പുഴുങ്ങിയ മുട്ടയ്ക്ക്. അത്ര എക്സ്പെൻസീവ് ആണ്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം താഴത്തുനിന്ന് ആ മൗണ്ടെയിൻ ഏറ്റവും മുകളിലേക്ക് അവരത് എത്തിക്കണം. അത് വണ്ടിയൊന്നുമില്ല. അപ്പൊ ആൾക്കാർ തന്നെ പോർട്ടേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട്, അവര് തന്നെ ചുമന്ന് മുകളിലേക്ക് എത്തിക്കുന്നതാ. അപ്പൊ അവരുടെ കൂലിയും സാധനത്തിന്റെ വിലയും എല്ലാം കൂടെ കൂടിയിട്ടാണ് ആ പൈസ വരുന്നത്. അപ്പോൾ കൂടുതലാ നമുക്ക് പറയാൻ പറ്റൂല. നാഗാലാൻഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഈ പട്ടിയിറച്ചിയൊക്കെ കിട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട്? നാഗാലാൻഡിൽ പോയാല് നിങ്ങൾക്ക് ഒരു ജീവനുള്ള ഒരു ജീവിനെ പോലും നിങ്ങൾക്ക് അവിടെ കാണൂല. കാരണം അവർ കംപ്ലീറ്റ് സാധനത്തിന് കുക്ക് ചെയ്ത് കഴിക്കും. പല്ലി, പഴുതാര, പാറ്റ, ഒരു സാധനം പട്ടീനെ ഒന്നും കാണൂല. ഒറ്റ പട്ടീനെ പോലും തെരുവിൽ കാണൂല. അവർ കഴിക്കാത്ത ഒന്നുമില്ല, എല്ലാം കഴിക്കും. ഞാൻ നാഗാലാൻഡിൽ ഫെസ്റ്റിവലിന്റെ ടൈമിലാണ് പോയത്, ഹോൺബിൽ ഫെസ്റ്റിവൽ ടൈമിൽ. ആ ടൈമിൽ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ പുഴുല്ലേ, പട്ടുനൂല് പുഴു, അത് ഒച്ചില്ലേ, ഒച്ചൊക്കെ ജസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചത് മാത്രം. അതായത് അതിലൊരു സ്പൈസസ് ഒന്നും ആഡ് ചെയ്യൂല. അങ്ങനെ കഴിക്കും. അതിനെ നമുക്കും തരിക, നമ്മളത് കഴിക്കണം. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കഴിച്ചാൽ. നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഫുഡൊന്നും അങ്ങനെ അവിടെ. പിന്നെ പോർക്കുണ്ട്, പന്നിണ്ട്, പട്ടിയുണ്ട്, ഇതൊക്കെയാണ് മെയിൻ. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരെ ആ ഫുഡ് എക്സ്പീരിയൻസ് ഒരിക്കലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
എക്സ്പീരിയൻസ് ചെയ്യണം. കഴിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ട്? ഞാൻ പട്ടുനൂൽപ്പുഴ കഴിച്ചു, ഭയങ്കര ചവർപ്പായിരുന്നു, അപ്പൊ തന്നെ തുപ്പി. പിന്നെ മറ്റേ ഗ്രാസ് ഹോപ്പർ ഇല്ലേ, പുൽച്ചാടി, അത് നല്ല രസമുണ്ട്, ഫ്രൈ ചെയ്തത്, അത് രസമുണ്ട്. പിന്നെ പന്നിയിറച്ചി കഴിച്ചു, വലിയ ഇഷ്ടായില്ല, കാരണം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യൂല. പട്ടിയിറച്ചി കഴിച്ചിട്ടില്ല, കണ്ടു, കഴിച്ചില്ല, പക്ഷെ കഴിക്കാൻ തോന്നിയില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ മേഘാലയൊക്കെ പോലെ. നോർത്ത് ഈസ്റ്റ് പറയുമ്പം കുറേ എണ്ണത്തിന്റെ മിക്സ് ആണ്. അതായത് എനിക്ക് ഒറ്റത് വെച്ചിട്ട് ബേസ് പറയാൻ പറ്റില്ല. മേഘാലയ ഒന്നാണ്, അരുണാചൽ വേറെയാണ്, നാഗാലാൻഡ് വേറെയാണ്. മേഘാലയ എടുക്കുകയാണെങ്കിൽ അടിപൊളി, ബ്യൂട്ടി അറ്റ് പീക്കാണ്, കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഫെഫയുണ്ട്, ക്രാങ്സൂരി ഉണ്ട്. അപ്പോൾ നമ്മൾ മേഘാലയ പോവുകയാണെങ്കിൽ വെർത്താണ്, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു വേർത്ത് സാധനം കിട്ടും. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ അപ്പുറത്തൊക്കെ ഉള്ള വേറെ കുറേ സ്റ്റേറ്റ് ഉണ്ട്, അതൊക്കെ വേറെ തന്നെ എക്സ്പീരിയൻസാണ് കിട്ടുക. പക്ഷെ മേഘാലയ വൺ എ ടൈം എന്തായാലും പോകേണ്ട ഒരു സാധനമാണ്, അടിപൊളിയാണ്. നമ്മൾ മെജോറിറ്റി ടൈമിലും ക്യാമ്പ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പം ഒരു ദിവസം എവിടെയാണ് ക്യാമ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻഡ് അല്ല. അപ്പം നമ്മളിങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മൾ ആ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം നോക്കുക. ഈ അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെ ഇടയ്ക്ക് നേപ്പാൾ ഒരു 6 മണി ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഇരുട്ടാവും. ഏത് നമ്മുടെ നാട്ടിലൊരു 8:30-9 വൈബില്ലേ, അതാണ് ഒരു 6 മണി ടൈം ആകുമ്പോഴേക്കും. അപ്പം നമ്മളിങ്ങനെ നടക്കുക, ഞാനും അഫ്നാനിങ്ങനെ നടക്കുകയാണ്, നമുക്ക് എവിടെയും ക്യാമ്പ് അടിക്കണം. നമ്മൾ നടന്ന് പോയി, പക്ഷേ എങ്കിൽ എവിടെയായിട്ടും ക്യാമ്പ് അടിക്കാനുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. ഇപ്പുറത്ത് ഒരു കൊക്ക പോലെ താഴത്ത് വലിയൊരു നദി ഒഴുകാണ്, ഇപ്പുറത്ത് കാടാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ അടുത്തോ കിട്ടിയാൽ മാത്രമേ ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നടന്ന് 5:30 6 മണിയായി 7 മണിയായി, നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടില്ല. രാത്രിയൊക്കെ നടന്നിട്ടുണ്ട്. അവസാനം ഒരു വീട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് പുറത്തൊന്നും ആരും കാണാനില്ല. അപ്പോൾ നമുക്ക് പേടിയായി തുടങ്ങി, അതായത് എവിടെയെങ്കിലും അടിക്കണമല്ലോ, ആരും കാണുന്നില്ല, ലൈറ്റ് പോലും ഇല്ല, ശരിക്കും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് മുട്ടി. അപ്പോൾ അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു, ഒരു അമ്മാമ്മയും അവരെ പേരക്കുട്ടിയും മാത്രം. അമ്മ പുറത്തു വന്നു, ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്യണം, ഇതുവരെ സ്ഥലം കിട്ടിയിട്ടില്ല, ഈ മുറ്റത്ത് ക്യാമ്പ് ചെയ്തോട്ട് ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അന്ന് അവിടുന്ന് വെള്ളം കിട്ടി, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റി, അതിൻ്റെ മുറ്റത്ത് ക്യാമ്പ് ചെയ്തു, അവരെ വൈഫൈ കിട്ടി. പിന്നെ ടോയ്ലറ്റ് പറഞ്ഞപ്പോഴാണേ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ടോയ്ലറ്റ് പോയ സമയത്ത് 2 പലക അങ്ങനെ വെച്ചിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞുതരാം. നേപ്പാളില് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിനിടയിൽ കയറി നാംചിയൊക്കെ എത്തുന്നതിന് മുന്നേ മോഞ്ചോ പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്, അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ മൊത്തം ഏരിയയിൽ ടോയ്ലറ്റ് അങ്ങനെയാണ്. ഞങ്ങളൊരു വീടിൻ്റെ മുന്നിലാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് വെച്ചപ്പം നമ്മൾ കയറി ഇങ്ങനെ നോക്കുമ്പം 2 പലക, താഴെ കുറേ വൈക്കോലൊക്കെ, അത് ടോയ്ലറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഞാൻ വെച്ചു ടോയ്ലറ്റ് എവിടെ, ഇതാണ് ടോയ്ലറ്റ്. ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ മാത്രം അങ്ങനെയത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ വീട്ടിൽ പോയി നോക്കി, അപ്പം എല്ലായിടത്തും ആ ഒരു ഗ്രാമത്തിൽ എല്ലായിടത്തും ആ സെറ്റപ്പാണ് ഉള്ളത്. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ 2 പലകൊക്കെ തന്നിട്ട് ടോയ്ലറ്റ് പറഞ്ഞിട്ട്. അവരുടെ ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തതൊക്കെ ഈ ടോയ്ലറ്റ് തന്നെയാണ്, വലിയ മടിയൊന്നും കാണിക്കണ്ട, യൂസ് ചെയ്തു പറഞ്ഞു. നമ്മൾ നോർമലൈസ്ഡ് ആയി. ഇതൊരു കാലത്ത് ആൾക്കാർ യൂസ് ചെയ്ത സാധനമാണ്. അപ്പം നമുക്കിപ്പോൾ കുറേ ഫെസിലിറ്റീസ് ഉണ്ടായതുകൊണ്ട് നമുക്കത് കംഫർട്ടബിൾ അല്ല തോന്നുകയാണ്. അപ്പം അതൊക്കെ യാത്രേൻ്റെ ഇടയിൽ ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. എനിക്കത് ഡിസ്കംഫർട്ടായിട്ട് തോന്നിയില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ കോമഡി ആയിരിക്കും, പക്ഷേ രസമായിരുന്നു. ഞാനും കണ്ടു. ഈ പറഞ്ഞ പോലെ തന്നെ വൈക്കോലൊക്കെയാണ് അതിന്റെ അടിയിലുള്ളത്. വൈക്കോല് മാത്രല്ല ആണല്ലേ, എങ്ങനെയാ അവര്, എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ 2 പലകയും പോയിട്ട് എങ്ങനെ, ഇപ്പൊ നമുക്കൊക്കെ എത്ര നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് അവിടെ പോയിട്ടൊക്കെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഓക്കെ. ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടത്തേക്ക് ബാത്റൂമിനെ കുറിച്ചും പറയണ കേട്ടിട്ടുണ്ട്, ഭയങ്കര നീറ്റാണ്, ഭയങ്കര വൃത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അത് ഫാർ ബെറ്റർ ആണ്. ഇന്ത്യൻ റെയിൽവേ ജനറൽ കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു കുറച്ച് 2-3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ അത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, സിഗരറ്റ് ഉണ്ടാവും, കുറേ കുപ്പി ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. അവിടെ പോയാൽ ഞങ്ങൾ അത് അതേപോലെ തിരിച്ചു വരിക ചെയ്യാം. ടോയ്ലറ്റ് തന്നെ ബേസിക്കലി അവിടെ ഒരു ഇരിക്കാൻ പറ്റണ്ടേ. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ ഈ ട്രെയിൻ യാത്ര, പൊതുവേ സ്ത്രീകൾക്ക് എപ്പോഴും ഈ ടോയ്ലറ്റ് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ യാത്രയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? മീൻസ് ട്രെയിനിലുണ്ടായിരിക്കും, ട്രെയിനിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട്? ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പീരീഡ്സ് വന്നാലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പോഴും സത്യം പറഞ്ഞാൽ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറിയിട്ടില്ല, ഇപ്പോഴും പാഡാ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ട്രെയിനിന്ന് പീരീഡ്സ് വരുന്ന സമയത്ത് ആ പാഡ് മാറ്റുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കലാണ് യാത്രയുടെ സമയത്ത് പീരീഡ്സ് വരരുതേ എന്നുള്ളത്. പക്ഷെ വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഭയങ്കര ഡിസ്കംഫേർട്ട്. പിന്നെ കഴിഞ്ഞ യാത്രയിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ആ ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം മൂത്രമൊക്കെ പിടിച്ചു വെക്കേണ്ട UTI അടിക്കാനുള്ള ചാൻസ് ഒക്കെ, അതായത് ഇൻഫെക്ഷൻ അടിക്കാൻ ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം ആ രണ്ട് ബുദ്ധിമുട്ട് ഭയങ്കര തന്നെയാണ്. ഒരുപാട് യാത്രകൾ ചെയ്തതിൽ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥലം എനിക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണ്ട, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എനിക്ക് കുറച്ചു കാലം കൂടെ നിൽക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പോയത് ബാലിയാണല്ലോ. അപ്പോൾ ഞാൻ ബാലിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇറങ്ങിയേ. അപ്പൊ ഞാൻ എഴുതി ഒരു 7-8 ദിവസം നിന്നിട്ട് അങ്ങ് തിരിച്ചു പോരാമെന്ന്. പക്ഷെ ബാലി എത്തി ഒരു 7ാമത്തെ 8ാമത്തെ ദിവസം, അതായത് തിരിച്ചു പോരാൻ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഓണായി. അപ്പൊ എനിക്ക് തോന്നി വേണ്ട, അയ്യോ എനിക്ക് കുറച്ചും കൂടെ ദിവസം എടുക്കായിരുന്നു എന്ന്. പക്ഷെ ഫ്ലൈറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പൊ പിന്നെ പോസ്റ്റ്പോൺ ചെയ്യാൻ എനിക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ബാലിയിൽ കുറച്ച് ദിവസം കൂടെ സ്പെൻഡ് ചെയ്യായിരുന്നു. ആകെ 100-ൽ ഒരു 30-40% ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം അവിടെയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ ആ ഒരു സാധനം, ആ ഒരു സമയത്ത് എനിക്ക് തോന്നി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാമായിരുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ബാലിയിൽ പോകുമ്പോഴേ, തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ബാലിയിൽ പോയപ്പോ കോസ്റ്റ്യൂം റെഡി ആയില്ലാന്ന്, അതുപോലെ തന്നെ ഇനി അടുത്ത ട്രിപ്പ് ബാലിയിലോട്ട് പോകുമ്പോൾ ആ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ കുറെ ഡേയ്സ് കൂട്ടിയിട്ടാണോ ഇനി പോവാ? ഇനി അൺലിമിറ്റഡ് ആയിട്ട് പോവാം, അതായത് റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ പോവാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ ടിക്കറ്റ് എടുക്കാണ്ട് പോവാൻ. ശരിക്കും റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം എന്നാണ്. കുറച്ച് ലോങ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിയ ശേഷം കാണിച്ചാലും മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് പോകണം. അതേപോലെ ഈ ഡ്രസ്സിങ്, അവിടെ ഒരു സ്വിങ് ഉണ്ട്, അതായത് പരിപാടി ഫ്രോക്ക് കിട്ടുമെന്നാണല്ലോ ആ ഒരു കിട്ടും. പക്ഷെ എനിക്കത് ഇടാൻ മടിയായതുകൊണ്ട് മാത്രം ഞാനത് ഇപ്രാവശ്യം ചെയ്തിരുന്നില്ല. അപ്പൊ അത് അടുത്ത പ്രാവശ്യം ചെയ്യണം, കുറച്ചും കൂടെ ഗേളിഷ് ആയിട്ടൊക്കെ പോണം. അതൊക്കെ എക്സ്പെൻസീവ് ആണോ അത്? അങ്ങനെ ഞാൻ പാക്കേജ് എടുത്താ പോയത് ബാലി, അതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് അത് അത്ര അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ഈ പാക്കേജ് എടുത്ത് പോകുന്നതാണോ അല്ലാണ്ട് പോകുന്നതാണോ ഏറ്റവും ബെറ്റർ ആയിരിക്കുക? എനിക്ക് പേഴ്സണലി പാക്കേജിനോട് യാതൊരു താല്പര്യമില്ല, തീരെ എനിക്കിഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ കംഫർട്ട് സോണിലാണ് പോകുന്നത്. നമ്മളെ മറ്റേ നേഴ്സറി പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കുക, നമ്മളത് കാണുക, പിക്ചർ എടുക്കുക, ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുതരും, അത് കഴിക്കുക. അതായത് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ആരോ കൊണ്ടുപോകുന്നു, സ്ഥലം കാണിക്കുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു, ടൂറിസ്റ്റ് ലെവല്. പക്ഷെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ A to Z കാര്യങ്ങൾ നോക്കി കാഴ്ചകൾ കണ്ട്. അപ്പോൾ അതിലൊരു വലിയ വ്യത്യാസം എന്താ വെച്ചാൽ പാക്കേജിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും, ആ സ്ഥലം മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ചില ബാഡ് എക്സ്പീരിയൻസ് വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും, പലതും സംഭവിക്കും. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പാക്കേജിൽ മിസ്സാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മെയിൻ ട്രിപ്പിൽ കിട്ടും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പലരും കാണും, ചിലപ്പോൾ ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടാവും, നല്ല ഇൻസിഡൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും പൈസ നമുക്ക് എടുത്ത് തരും. പക്ഷെ നിങ്ങൾ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടൂല. നിങ്ങൾ പോകുന്നു, ഇത്ര ദിവസം കറങ്ങുന്നു, നിങ്ങൾ തിരിച്ചു വരുന്നു. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാക്കേജ് എടുത്ത് പോകരുത്. നിങ്ങൾ തന്നെത്താലുള്ള പൈസയും കൊണ്ട് പോവുക. അതെല്ലാം നിങ്ങളൊരു എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ച് പെട്ടെന്ന് എത്തണം, ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ബൗണ്ടിൽ വൃത്തിക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി വരാനാണെങ്കിൽ പാക്കേജ് എടുത്ത് പോയിക്കോളി, അടിപൊളിയായിരിക്കും. പക്ഷേ ഈ പാക്കേജിന്റെ ഒരു ബുദ്ധിമുട്ട്, പാക്കേജ് എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുക. ഈ ലഡാക്ക് ട്രിപ്പിലൊക്കെ സമയത്ത് വയ്യാണ്ടായി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നില്ലേ, ആ സമയത്ത് ആക്ച്വലി ഒരു പാക്കേജ് എടുക്കുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നിയോ ഓടുന്നത്? പാക്കേജ് എടുത്തില്ലെങ്കിലും ഒന്നും കൂടെ ഒക്കെ പ്ലാൻ ചെയ്ത് പോകാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഈ പാക്കേജിനെ ഞാൻ കുറ്റം പറയുമ്പോഴും പാക്കേജിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളെ നോക്കാൻ, നമുക്ക് പെട്ടെന്ന് വയ്യായി വന്നാൽ നമുക്ക് മരുന്ന് തരാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, നമ്മൾ ടേക്ക് ചെയ്യാനൊക്കെ ഒരാളുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പം നമ്മുടെ ഫുൾ ഉത്തരവാദിത്തം, റിസ്ക് ഫുള്ള് നമ്മളെ മേലാണ്. നമ്മൾ തന്നെ നമ്മൾ നോക്കണം. വയ്യെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ നോക്കാൻ ആളുണ്ടാവും. പിന്നെ ലഡാക്ക് എക്സ്പീരിയൻസ് ഇതേപോലെ ആവേശത്തിൻ്റെ പുറത്ത് പോയതാണ്. ലഡാക്കിൽ ഒരു മരുന്ന് പോലും എടുത്തിട്ടില്ല. അപ്പം ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, അതേപോലെ കറക്റ്റ് പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസിനെസ് വരും, ഛർദ്ദിക്കാൻ വരും, തലകറക്കം വരും. അതിനാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ മെഡിക്കേഷനൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം ആ മെഡിക്കേഷനൊന്നും കൊണ്ടുപോയിരുന്നില്ല. അപ്പം വയ്യാതെയായി, അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ അതൊക്കെ ഒരു വൻ വെറൈറ്റി അനുഭവമായിരുന്നു. ഈ ആർമി ഹോസ്പിറ്റലാണ് അവിടെ പാക്കേജ് എടുത്തില്ലെങ്കിൽ എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവിടെ നമുക്ക് വയ്യാതെ ആയാൽ കുറേ ആർമി അവരുടെ സ്ഥലങ്ങളുണ്ടാവും.
അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് എയ്ഡ് തരും. കാരണം അവർക്കൊരു ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ അവരാണ് എനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നിരുന്നത്. പിന്നെ അവരെ കൊണ്ട് കൂടാത്തതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്തു തന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയി. അപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നോ ഹോസ്പിറ്റലിൽ? ലഡാക്കിലെ ഹോസ്പിറ്റല് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് 10 രൂപയിൽ പരിപാടി തീർന്നു. അവിടെ 10 രൂപയുള്ളൂ അല്ലേ? ടിക്കറ്റിന് 10 ഇവിടെ 5 രൂപയാ തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലൊക്കെ 5 രൂപയല്ലേ ഉള്ളൂ. കൂട്ടിയില്ലേ, 10 10 കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അറിയില്ല. 5 ഉള്ളതായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. 10 ഇപ്പോ 10. ഓക്കെ. ലഡാക്ക് പറഞ്ഞതുകൊണ്ട് ചോദിക്കണം, ഇപ്പോൾ ലഡാക്കിലോട്ട് പോകുന്ന സമയത്ത് അധികം ആളുകളും ഇപ്പോൾ ഡൽഹിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോട്ട് ബൈക്കിലൊക്കെ പോകാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രമിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഹിച്ചാക്ക് ചെയ്തിട്ട് പലയിടത്തും ഇങ്ങനെ എന്താ പറയുക വണ്ടിയൊക്കെ നിർത്തി ചോദിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ആക്ച്വലി എങ്ങനെയാണ്? ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടൻ നിങ്ങൾക്ക് ചായ വാങ്ങി തരുന്നു, പൈസ തരുന്നു, നിങ്ങളുടെ അടുത്ത് ബസ്സിന് പോകാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ കേട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ട്രക്ക് സെറ്റ് ചെയ്ത് തരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അത്? ഞങ്ങളെ ഈ ലഡാക്ക് ട്രിപ്പില്ലേ, സത്യത്തിൽ ഞങ്ങൾ മണാലിക്ക് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. ഞാനും അഫ്നാനാ പോയത്. ഞങ്ങൾ മണാലി ട്രിപ്പായിട്ടാണ് പോയത്. അതായത് അഫ്ന വരെ മണാലി കണ്ടിട്ടില്ല. അങ്ങനെ എന്നാ മണാലി പോവാന്ന് പറഞ്ഞ് പോയതാ. മണാലി എത്തിയപ്പോൾ ഞാൻ അഫ്നാനോട് ചോദിച്ചു, നമ്മൾ ലഡാക്ക് പോയാലോ? അപ്പോൾ ഓന് ലഡാക്ക് എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ എന്നാ പോവാം, ലൈക്ക് നമ്മൾ ഇവിടെ അരികോടിക്ക് മുക്കത്തേക്ക് പോകാന്ന് പറയുന്ന പോലെ ഓക്കെ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് എങ്ങനെ പോവാം എന്നുള്ളത്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വണ്ടിക്ക് പോവാം, ബസ്സിന് പോവാം, ടാക്സിക്ക് പോവാം. ഇതൊന്നും ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. കാരണം മണാലിക്ക് നമ്മൾ ആ ബഡ്ജറ്റ് മാത്രം കൊണ്ടാണ് പോയത്. അപ്പം നമുക്കിങ്ങനെ തോന്നി ലിഫ്റ്റ് അടിച്ച് പോയാലോ എന്ന്. നമ്മുടെ മുന്നിൽ കൂടെ ട്രക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ലിഫ്റ്റ് അടിച്ചു. അങ്ങനെ അന്ന് രാത്രി മുതൽ നമ്മൾ കൈ കാണിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ട്രക്കിൽ പോകുന്നത് ശരിക്കും റിസ്ക് ആണ്. എന്നിട്ടും ഒരു ട്രക്ക് നിർത്തിയിട്ട് നമ്മളതിൽ കയറിയിട്ട് ഞങ്ങൾ പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ പോരുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ അടിച്ചിട്ടുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടാസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എനിക്ക് അന്ന് തീരെ അന്തല്ല, നമുക്ക് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ റിസ്കിൽ പോന്നാലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറും. അയാൾ അത്രയും ജെനുവിനായിട്ട് പറഞ്ഞു. അന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങി, നമ്മൾ പോയില്ല. അന്ന് നമ്മൾ രാത്രി മണാലി ബസ് സ്റ്റാൻഡിലാണ് കിടന്നുറങ്ങി. ഏത് ബസ് സ്റ്റാൻഡിലാണ് കിടന്നുറങ്ങി ഞാനും അഫ്നാനും. അതിൻ്റെ ഒന്നും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അത് പുറത്തൊക്കെ പോയാൽ എങ്ങനെയാണ് ആൾക്കാർ എടുക്കാറിയാത്തതുകൊണ്ട്. പിന്നെ പിറ്റേന്ന് വീണ്ടും ഞങ്ങൾ കൈ കാണിച്ച് ഞങ്ങൾ ഫസ്റ്റ് ട്രക്കൊക്കെ കിട്ടുമ്പം ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടല്ലോ, ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത ട്രക്ക് കിട്ടുന്നു, ഒരു 6-7 ട്രക്ക് മാറി മാറി കയറിയാണ് ഞങ്ങൾ ലഡാക്കിലെത്തുന്നത്. അതിനിടയ്ക്ക് ഒരു മിലിറ്ററി പോസ്റ്റ് വരാനുണ്ട്, അതായത് ഇങ്ങനെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ കയറ്റി വിടുന്ന. അവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരിക ട്രക്കിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിൽ ജാക്കറ്റ് ഉണ്ടോ, ഷൂസ് ഉണ്ടോ, ലഡാക്കിലേക്കാണ് പോകുന്നത്, തണുപ്പ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. നമ്മളിതൊന്നുമില്ല, ആകെ മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളത്. എന്നിട്ട് ഇവർ നമുക്ക് കുറേ ക്ലാസ് എടുത്തുന്നു പോലീസുകാർ. പോവരുത്, തണുപ്പ് വിഷയമാണ്, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അടിക്കും, നിങ്ങൾ കണ്ട ചെറിയ കുട്ടികളാണല്ലോ, അങ്ങനെയൊക്കെ കുറേ ഉപദേശം തന്നു. പക്ഷെ നമ്മളെ ആവേശം, നമ്മൾ പോയി. അങ്ങനെ പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പണി കിട്ടുന്നത്. അതായത് പ്രിക്കോഷൻ എടുക്കാതെ പോകുന്നു, പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്നു, തണുപ്പടിക്കുന്നു, ആൾട്ടിറ്റ്യൂഡായിട്ട് പൊരുത്തപ്പെടുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, സിക്നസ് അടിക്കുന്നു, എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. 2 ദിവസമായിട്ട് അതും കൊണ്ട് നടന്നു. പിന്നെ ആർമിയിൽ പോയപ്പോഴാണ് ഇതാണ് വിഷയം, ഓക്സിജൻ ലെവൽ ആകെ 70-75% ഉള്ളൂ, അത്രയും ഡൗൺ ആയി പോയി. ഇതിലിപ്പോൾ ഇത് നിൽക്കില്ല, നിങ്ങൾക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലിൽ പോവുക, അഡ്മിറ്റ് ആവുക. അതാണ് ലഡാക്കിൻ്റെ കഥ. എന്നിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം യാത്ര കണ്ടിന്യൂ ചെയ്തോ? കുറേ ശ്രമിച്ചു, പക്ഷേ റിക്കവർ ആയില്ല. അവസാനം അവിടുന്ന് വണ്ടി കയറി 7-8 ദിവസം ലഡാക്കിൽ നിന്നു. ആകെ 2-3 സ്ഥലം മാത്രമേ കണ്ടുള്ളൂ. ഇനി വരാം എന്നുള്ള മൈൻഡിൽ അവിടുന്ന് കാശ്മീരിക്ക് കയറി. എന്നാ ഇനി ലഡാക്കിലോട്ട് പോകുന്നത്? പോണം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഫുൾ പ്ലാൻ ആക്കി തണുപ്പിനൊക്കെ സെറ്റ് ആക്കിയിട്ടില്ലേ? തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. തണുപ്പും ആൾട്ടിറ്റ്യൂഡും ഭയങ്കര ഡ്രൈ ക്ലൈമറ്റ് ആണ് ലഡാക്ക്. അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നൂല. അപ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ട് കോൺഷ്യസ് ആയിട്ട് മെഡിക്കേഷനൊക്കെ എടുത്തിട്ട് ഒന്നുകൂടെ പോകണം ലഡാക്കിലോട്ട്. യെസ്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു എക്സ്പീരിയൻസ് ഏതാണ്? ആദ്യ ക്യാമ്പിങ്, അതായത് മേഘാലയയിലാണ് ഫസ്റ്റ് ടെൻ്റ് അടിക്കുന്നത്. അന്ന് സോളോ ട്രിപ്പ് ആയിരുന്നു മേഘാലയയിലുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ ഹോം സ്റ്റേ എടുത്തു. ഞാൻ എൻ്റെ കയ്യിൽ ടെൻ്റൊക്കെ ഉണ്ട്. അപ്പം ആ ഹോം സ്റ്റേൻ്റെ മുന്നിലായിട്ട് ക്യാമ്പ് ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് ക്യാമ്പിംഗ് ആണ്. ഞാൻ ഓർത്ത് സിമ്പിളായിരിക്കും, നമുക്ക് ആ ഹോം സ്റ്റേൻ്റെ മുന്നിലല്ലേ. അപ്പോൾ അവിടെ ക്യാമ്പൊക്കെ അടിച്ചു, ടെൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ ആ ഹോം സ്റ്റേയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തു, സംസാരിച്ചു.
അപ്പം എനിക്ക് മനസ്സിലായി അത്ര ശരിയായിരിക്കില്ല എന്നുള്ളത്. അപ്പം അന്ന് രാത്രി ഞാൻ എവിടെ കിടക്കും, ആ ടെൻറ്റിലാണെങ്കിൽ ടെൻറ്റിൽ എങ്ങനെ കിടക്കും, അതാലോചിച്ച് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാം, ഫസ്റ്റ് ക്യാമ്പിംഗ് ഇൻ മേഘാലയ സ്കേഡ് എന്ന് പറഞ്ഞിട്ട്. അന്ന് വലിയ മെനയൊന്നുമില്ല കാണാൻ വീഡിയോ, പക്ഷേ ഒരു വീഡിയോ ഉണ്ട് അവിടെ. അന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടെൻറ്റിൽ കയറി കിടക്കാൻ പേടിച്ച് അവസാനം ആ ഹോം സ്റ്റേയിൽ വർക്ക് ചെയ്യുന്ന, അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന ആ ചേച്ചീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് കിടന്നോ, അതായിരിക്കും നിനക്ക് ഒന്നുകൂടെ നല്ലതെന്ന്. എന്നിട്ട് ഞങ്ങൾ ആ ടെൻറ്റ് അപ്പാടെ എടുത്തിട്ട് അടുക്കളയെ കൊണ്ടുവച്ചിട്ട് അവിടെയാണ് ഞങ്ങളന്ന് കിടന്നുറങ്ങിയത്. സീരിയസ്ലി, ഇതൊന്നും വീഡിയോ ഒന്നും എവിടെയില്ല, പക്ഷേ ഇതാണ് അന്ന് നടന്നത്. അന്ന് രാത്രി നല്ലോണം പേടിച്ചു. പിന്നെ മനസ്സിലാക്കി ഇന്ത്യയിൽ ടെൻ്റ് അടിക്കുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ഫീൽ വന്നിട്ടുണ്ടോ സേഫ് അല്ല എന്നുള്ളത്? പിന്നീട് ഞാൻ ഇന്ത്യയിൽ ടെൻ്റ് അടിക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ നേപ്പാളിലാണ് ഫുള്ള് ടെൻ്റ് അടിച്ചത്. അവിടെ ടെൻ്റ് അടിച്ചപ്പോഴാണ് ടെൻറ്റിങ് കുറച്ച് സേഫാന്ന് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒന്നുകൂടെ അടിക്കുമ്പോൾ എന്താകുന്നുള്ളത് നോക്കന്നെ വേണം, എക്സ്പീരിയൻസ് ചെയ്യുന്നേ വേണമെന്ന്. അതുപോലെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, പറഞ്ഞ പോലെ ഡിപ്രഷൻ സമയത്താണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. എവിടെ തൊട്ടാണ് ഈ ഒരു ട്രാവൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാവൽ വ്ലോഗ് ആക്കണം, ഇല്ലെങ്കിൽ ഈ മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്ത് എല്ലാവരും ഇന്ന് കാണിക്കണം എന്ന് തോന്നിയത് എവിടെ തൊട്ടായിരുന്നു? അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഒരു കാരണം? ആദ്യം ട്രാവൽ ചെയ്തത് ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ട്രാവൽ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അപ്പോൾ എന്താണെങ്കിലും ട്രാവൽ ചെയ്യാനൊരു മിനിമം പൈസ വേണമല്ലോ, അല്ലേ? അപ്പോൾ ആ പൈസ എന്തുകൊണ്ട് ഇതിന്ന് തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു. എന്തായാലും ട്രാവൽ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എന്തുകൊണ്ട് വ്ളോഗ് ചെയ്ത് തുടങ്ങിക്കൂടാ? അങ്ങനെ കുറേ പേര് ചോദിച്ചതിൻ്റെ ബേസിലാണ് അതിനെ പേര് ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് കുറച്ച് പേരെങ്കിലും ഇൻസ്പയർ ചെയ്തുകൂടാ? അതായത് ഇതൊന്നും പോസിബിൾ അല്ല എന്ന് വിചാരിച്ച് വീട്ടിലൊരു സ്റ്റാർട്ടിങ് ട്രബിളായി കുത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പെൺപിള്ളേർ. അപ്പോൾ നമ്മളീ പോകുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അത് കണ്ടിട്ടെങ്കിലും ഒരു 4 പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ലതല്ലേ? ഈ 2 കാര്യം കൊണ്ടാണ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പോസിബിലിറ്റി ആയിട്ട് തോന്നിയിരുന്നില്ല. ഇൻസ്പയർ ചെയ്യാൻ പെട്ടെന്ന് പറ്റി, ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു പാഷൻ പോലെയാണല്ലോ ഈ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഫുൾ ടൈം ട്രാവലർ ആവണം എന്നുള്ളത്. ഇനി അത് ഫുൾ ടൈം ട്രാവൽ എന്നുള്ളതിലേക്ക് ഫുൾ ടൈം ട്രാവൽ ബ്ലോഗർ ആക്കി മാറ്റണം. പിന്നെ യൂട്യൂബിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നില്ല, യൂട്യൂബും ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം, ഫുൾ ലെങ്ത് വീഡിയോസ് ഒക്കെ ഇടണം. പിന്നെ അതിൻ്റെ ബാക്കി ഓപ്പർച്യൂണിറ്റീസ്, ഭാവിയിലൊരു ട്രാവൽ കമ്പനി, ക്യാമ്പിംഗ്, സ്ട്രേഞ്ചർ ക്യാമ്പിങ്, ഇതിലേക്കൊക്കെ കടക്കണം എന്നുണ്ട്. ഇപ്പം ജസ്റ്റ് തോട്ട് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഇന്ന് ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ട്രിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കുറ്റബോധം തോന്നിയൊരു ട്രിപ്പ്, എനിക്കിവിടെ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്, അത് ഏതായിരിക്കും ആ ഒരു ട്രിപ്പ്? ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പ്, അതിൽ ഏറ്റവും പീക്ക് സന്തോഷവും ഏറ്റവും പീക്കായ വേസ്റ്റ് എക്സ്പീരിയൻസും ഒരുപോലെ കിട്ടിയൊരു ട്രിപ്പ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് ഏറ്റവും അടിപൊളിയായിട്ട് കയറി, അതിൻ്റെ ഇടയ്ക്ക് ഫോളോവേഴ്സൊക്കെ കൂടി 100K അടിച്ച് എല്ലാം കൊണ്ടും അടിപൊളിയായി കയറി ഇറങ്ങി താഴെ എത്തി, കാഠ്മണ്ഡുവിലെത്തി. എൻ്റെ കൂടെ ഉള്ളവർ പോയി തിരിച്ച് നാട്ടിലേക്ക്. ഞാൻ അവിടെ ഒരു 1 വീക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. ആ 1 വീക്കിലാണ് എനിക്കിപ്പോൾ ഈ ലേറ്റസ്റ്റ് വള്ളി കിട്ടുന്നത്. അതായത് ഒരു പണി കിട്ടിയായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പം അത്രയും സമയം കൊണ്ട് കിട്ടിയ ആ ഫുൾ സന്തോഷം ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് ഇല്ലാണ്ടായി. അവിടെ നിൽക്കണ്ടായിരുന്നു, തിരിച്ചങ്ങ് പോന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി ആ സെയിം ട്രിപ്പിൽ തന്നെ. അതിൽ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ അതിൽ എൻ്റെ ഫോളോവേഴ്സിന് വാങ്ങി ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഈ ഗിഫ്റ്റിനൊക്കെ സ്വന്തം പൈസ കൊടുത്തിട്ടാണോ വാങ്ങിക്കൊടുക്കണേ? ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ കൊടുക്കുക എന്നാണല്ലോ. ഫോളോവേഴ്സ് പറയുമ്പോൾ വാങ്ങി കൊടുക്കുകയാണോ, അതോ അവരായിട്ട് അതിന് വല്ല ഇൻകം പൈസ തരുന്നുണ്ടോ? അത് ഒരു ആക്സിഡന്റലി സംഭവിച്ച സംഭവം. എന്താ വെച്ചാൽ ഞാൻ ഒരു ടിബറ്റൻ ഫ്ലാഗ് കണ്ടു, ഞാൻ യാത്രക്കിടെ കണ്ടിട്ട് ഞാൻ ചുമ്മാ എടുത്തൊരു സ്റ്റോറി ഇട്ടു, ആർക്കെങ്കിലും ടിബറ്റൻ ഫ്ലാഗ് വേണോ വെച്ചിട്ട്. അതെല്ലാവരും സീരിയസ് ആക്കി എടുത്തു, ഞങ്ങൾക്ക് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, എല്ലാവർക്കും ബൈക്കിന്റെ ഫ്രണ്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു പൈസ അയച്ചു തരാം, നിങ്ങളത് വാങ്ങിക്കു ചോദിച്ചു. അങ്ങനെ അവർ പൈസ അയച്ചു തന്നു, അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് ഞാൻ വാങ്ങി നാട്ടിൽ കൊണ്ടുവന്നു, കൊടുത്തു. അതാണ് സംഭവം. അല്ലാതെ ഞാനായിട്ട് പൈസ ഇട്ട് വാങ്ങിയതൊന്നുമല്ല. അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു, എൻ്റെ റിസ്കിൽ ഞാനത് വാങ്ങി നാട്ടിലെത്തിച്ചു,
അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് ഞാൻ തന്നെയാണോ ഇത് എഴുതിയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. 300+ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതി ആ ഫുൾ അഡ്രസ്സിലേക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. ഈ 300 പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച സമയത്ത് കണ്ടു, റിപ്ലൈയും കൊടുത്തു. അതെ, അതായിരുന്നു അതിലെ റിസ്ക് ഭയങ്കര. അത്രയും മെസ്സേജ് ഓപ്പൺ ആക്കി അത്രയും പേർക്ക് സ്കാനർ അയച്ചു കൊടുത്ത് അവർ പറഞ്ഞ സാധനം വാങ്ങി അവർ അഡ്രസ്സ് കളക്ട് ചെയ്ത് അത് എഴുതി അത്രയും പേർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് വൻ ടാസ്ക് ആയിരുന്നു. അപ്പൊ ഈ സമയമെല്ലാം നമ്മുടെ ട്രാവലിന് നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ മിസ്സായി പോവാൻ തോന്നിയിട്ടില്ല? ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻജോയ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമേ ചെയ്തത്. അതിന് വേണ്ടി പ്രോഫിറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാശ്മീർ 2 തവണ പോയില്ലേ? കാശ്മീരിൽ പോയിട്ട് കാശ്മീരിൽ മിസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റം എന്താ? കാശ്മീരികളുടെ കല്യാണത്തിന് ഒരു 10-18 ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു സാധനം കിട്ടും, ഒരു ഫുഡ് ഉണ്ട്. അതിന് പേര് എന്താ, വസുവാൻ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് കിട്ടിയില്ല. ഒന്നുകിൽ കല്യാണ സമയത്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ പൈസ എടുത്ത് വാങ്ങണം. റേറ്റ് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിന് 1800-2000 നല്ല റേറ്റ് ഉണ്ട്. വസുവാന് അതായത് മട്ടൻ ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഉള്ള ഒരു 10-18 ഐറ്റംസ് ഉള്ള ഒരു വലിയ ഫുഡ്. അപ്പോൾ അത് മിസ് ഔട്ടാക്കി ഞാൻ. അതുപോലെ കാശ്മീരിൽ വിൻ്റർ ടൈമിൽ പോവുകയാണെങ്കിൽ ഒരു മട്ടൻ്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, ഹരീസ എന്ന് പറഞ്ഞിട്ട്. ആ 2 സാധനങ്ങൾ കഴിച്ചിട്ടില്ല, അത് കഴിക്കണം എന്നുണ്ട്. ഇനി പോകുമ്പോൾ അതായിരിക്കും ട്രൈ ചെയ്യാൻ. വിൻ്റർ ടൈമിൽ പോകണം. ഓക്കെ. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പഞ്ചാബിലൊക്കെ പോയ സമയത്ത് ഉദയ്പൂര്, ജയ്പൂര് അവിടെയൊക്കെ പോയപ്പം ഫെസ്റ്റിവലിൻ്റെ പേരായിട്ട് എനിക്കറിയില്ല. നമ്മൾ ആ സമയത്ത് പോയപ്പം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ നാഗാലാൻഡ് പിന്നെ ഫെസ്റ്റിവലിനായിട്ട് പോയതാണ്, ഹോൺബിൽ ഫെസ്റ്റിവലിന്. പിന്നെ ഫെസ്റ്റിവൽ കൂടുതൽ കിട്ടുന്ന അരുണാചലൊക്കെയാണ്, അവിടെ ഞാൻ പോയിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ഫെസ്റ്റിവലും അവിടുത്തെ മറ്റുള്ള നാട്ടിലെ ഫെസ്റ്റിവലും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് എവിടത്തെയാണ്? നമ്മുടെ നാട്ടിലത്തെയാണോ അതോ പുറത്തുള്ളതാണോ? അവിടെ നോർത്ത് ഈസ്റ്റുകാരുടെയാണ്. നമ്മളത് രസമാണ്, പക്ഷെ അവരുടെ കൾച്ചർ, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ഫുഡ് മൊത്തം നമ്മളത് വെച്ച് നോക്കുമ്പം നല്ല വെറൈറ്റിയാണ്. കണ്ടിരിക്കാനാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമാണ്. ഡ്രസ്സിങ് ആ മെയിൻ. നമ്മളതുപോലെയല്ല, നോർത്ത് ഈസ്റ്റിലെ പ്രത്യേകിച്ച് നാഗാലാൻഡ്, അരുണാചലൊക്കെ അവരുടെ ഡ്രസ്സിങ് കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ കുറ്റം പറയുന്നല്ല, അവരത് ഭയങ്കര വെറൈറ്റിയാണ്, ഭയങ്കര കളർഫുൾ ആയിരിക്കും. പിന്നെ ഫെസ്റ്റിവലിന്റെ ഡ്രസ്സിംഗ് പറയുന്നത്. പിന്നെ ഈ തൂവലൊക്കെ വെച്ചിട്ട്, നാഗാലാൻഡൊക്കെ ആണെങ്കിൽ തൂവല് വെച്ചിട്ട് അവരുടെ ഓർണമെന്റ്സ് അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരുതാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി. ഇങ്ങനെ ഓർണമെന്റ്സ് പറഞ്ഞതുകൊണ്ടാണ്, ഒരുപാട് സ്ഥലത്ത് പോയ സമയത്ത് ഇങ്ങനെ ഓർണമെന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് കമ്മലോ, മാല, വള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടോ? അങ്ങനത്തെ ഒരു ഇഷ്ടമില്ല അല്ലേ? പൊതുവെ ഗേൾസ് ആവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളത് ഇട്ടില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കില്ല. എനിക്ക് ഓർണമെന്റ്സിനോട് പേഴ്സണലി താല്പര്യമില്ല. ഇല്ല. അമ്മ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോളെ ആ സ്ഥലത്ത് പോയി ഇന്ന സാധനം കിട്ടും, നീ അത് വാങ്ങണം, അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അങ്ങനെ പ്രത്യേക ഓർണമെന്റ് ആയിട്ടൊന്നും. പിന്നെ നേപ്പാളിൽ പോയപ്പോൾ മറ്റേ ആ കരിമണിമാല അങ്ങനത്തെ അതില്ലേ, അത് വാങ്ങാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഞാനായിട്ടൊന്നും വാങ്ങി കൊണ്ടുവരലൊന്നുമില്ല. ഫുഡിനോടും താല്പര്യമില്ല, ഓർണമെന്റ്സിനോടൊന്നും താല്പര്യമില്ല. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രാവൽ മാത്രം, സ്ഥലങ്ങൾ കാണാം. ട്രാവൽ ഇഷ്ടമാണ്, ചായ ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് മെയിൻ സാധനം. വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? എന്തൊക്കെയാ? വാക്കിംഗ് ഇഷ്ടമാണ്, നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഓടുക, ചാടുക, അങ്ങനത്തെ ഒക്കെ. പിന്നെന്താ, പാട്ട് കേൾക്കും. പാട്ട് യാത്രകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏത് ജോണറിലുള്ള പാട്ടായിരിക്കും? പാട്ട് ഏതാന്ന് പറഞ്ഞാൽ മതിയോ? പാട്ട് ഏതായാലും മറ്റേ കുൻഫയ കുൻ അതൊക്കെ കേൾക്കും. അതേപോലെ നമ്മളുടെ ഈ മറ്റേതില്ലേ, കുറെ ട്രാവൽ ഇതുണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, 96 ഉണ്ട്, അതിൽ കേൾക്കും. പിന്നെ കുറച്ച് സാഡ് മൂഡൊക്കെ ആണെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിലേക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ പുള്ളി ട്രാവൽ സോങ്സ് തന്നെയാണ് കേൾക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് മ്യൂസിക് മാത്രമാണോ കേൾക്കുക? ഇനി അതല്ലെങ്കിൽ ബുക്സ് വായിക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പം അങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യൽ കുറവാണ്. മ്യൂസിക് കേട്ടൊന്നും ഇരിക്കൂല. ഒന്നേ വീഡിയോ ഷൂട്ട് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കാര്യം നോക്കുമായിരിക്കും, ട്രാവൽ ചെയ്യായിരിക്കും. എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ ട്രാവലില് വെറുതെ ടൈം കിട്ടലില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയി ഭയങ്കരമായിട്ട്. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലരും ബുക്കൊക്കെ വായിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതുപോലെ വായിക്കാറുണ്ടോ? ഇല്ല, എന്താ വെച്ചാൽ അതിനുള്ള സമയം കിട്ടൂല. ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങിയതല്ലേ, ഈ ഫുൾ പ്ലാൻഡായി ഇറങ്ങിയ ആൾക്കാർക്കായിരിക്കും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയോണ്ട് ഇനി അടുത്തത് എവിടെ എത്തണം, അവിടുന്ന് പിന്നെ എങ്ങോട്ട് പോകണം, ഇതൊക്കെ ആ യാത്രക്കിടയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ A to Z കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും വേണ്ടേ. അതുകൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുക, പോസ്റ്റ് ആവാന്ന പരിപാടി ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആരും ഒന്ന് സംസാരിച്ചാൽ പിന്നെ അത് കമ്പനിയാവും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല.
അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അഡ്വഞ്ചർ ട്രിപ്പാണ് വേണ്ടത്. അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ആ. ഏറ്റവും അഡ്വഞ്ചർ ആയിട്ട് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ഏതാ? അഡ്വഞ്ചറായിട്ട് പോകാൻ ഈ ആഫ്രിക്കയിലൊരു ട്രെക്കിംഗ് ഉണ്ട്, കിളിമഞ്ചാരോ. കേട്ടിട്ടുണ്ട്. ഒരു പാട്ടിലുണ്ടല്ലോ കിളിമഞ്ചാരോ. അത് വല്ലാണ്ട് തല കയറിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഇപ്പൊ ഈ അടുത്ത് പോയി, അപ്പം മുതൽ അത് ചെയ്യണം എന്നിങ്ങനെ ഒരു എക്സ്പെഡിഷൻ ആണ്, ജസ്റ്റ് ട്രെക്കിംഗ് അല്ല. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വഞ്ചർ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അധികം ആൾക്കാർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിലിടയ്ക്ക് വല്ല മോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? സാധനങ്ങൾ മിസ്സാവുക അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഡൽഹി മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫോൺ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട് പിന്നീട് നമുക്കത് കിട്ടണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ആള് ചിലപ്പോൾ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളങ്ങനെ നമ്മുടെ ഫോണാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങണം എന്നാണല്ലോ പറയാറ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ യാത്ര ചെയ്യുന്നതിനിടയിൽ മോശമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സാധനം എൻ്റെ അശ്രദ്ധ കൊണ്ട് മിസ്സൗട്ടായി പോയി എന്നല്ലാതെ മോഷണം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ബാഡ് ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒപ്പം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫോൺ പോയിട്ടുണ്ട്, ക്യാമറ പോയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈം ബാലി പോയതില് നമ്മൾ ബാലി താഴത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫൈസി, അവൻ്റെ ഫോണും അത് പവർ ബാങ്കിൽ കുത്തിയിട്ടത് രണ്ടും കൂടെ സ്കൂട്ടീൻ്റെ ഡിക്കിയല്ല, മുന്നിൽ ചെറിയൊരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ചാർജിലിട്ടിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോയി. തിരിച്ചു വന്നപ്പം അത് രണ്ടും അവിടെ ഇല്ല. അപ്പം അവൻ പറയുന്നത് വെച്ചാൽ ബാലിയിൽ മോഷണം സംഭവിക്കാറില്ല, അവിടുത്തെ ആൾക്കാർ മോഷ്ടിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ വന്ന വേറെ ഫോറിനേഴ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഫ്രണ്ട്സിനൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. മോഷണം യാത്രയിൽ വലിയൊരു വെല്ലുവിളിയാണ്. ബാലിക്കാർ അങ്ങനെ ചെയ്യില്ല പറയുമ്പോൾ അത്രയും. ബാലിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല. ബാലിയിലെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. പക്ഷെ ബാലിയിൽ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് വരും, ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പൊ അവനിപ്പോഴും ഫോൺ വാങ്ങിയിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റാ പോയത്, ഫോണും പവർ ബാഗും ഒരുമിച്ച് അങ്ങ് പോയി. വല്ലാത്തൊരു കഷ്ടം, നമ്മുടെ സ്വന്തം ഫോൺ അങ്ങനെ മിസ്സായി പോവാ. ഐക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടായത് കൊണ്ട് പകുതി സമാധാനം ഉണ്ടായി, ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞുണ്ടാവും. അങ്ങനെ ക്യാമറ ഒക്കെ മിസ്സായിട്ട് തന്നെ തിരിച്ചു കിട്ടിയില്ല അതൊന്നും. എങ്ങനെ കിട്ടാന്? ഐഡിയൽ കമ്പാനിയൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു പക്ഷേ യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലായിരിക്കാം. എൻ്റെ കമ്പാനിയൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ആദ്യം ട്രാവൽ കമ്പാനിയന് പറയാം. ഒരുപാട് കണ്ടീഷൻ വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ട്രാവലല്ലേ. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായാലും കൺസേൺ ഉണ്ടാവുമല്ലോ. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആണ്. നമ്മൾ ട്രാവലിൽ ഒരുമിച്ചുള്ള 2 വ്യക്തികൾ മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ് സാധനങ്ങൾ കാണിക്കരുത്. നീ അവിടെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നമ്മളെ മേലിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് വർക്ക് ചെയ്യുമല്ലോ. അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അവിടെ ചോദിക്കും, നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യരുത്. പിന്നെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ എൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് സംസാരിക്കെങ്കിലും വേണം. അങ്ങനെ മിണ്ടാതെ മൂല കുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കൂടെ പോകുന്നതിൽ കാര്യമില്ല. പിന്നെ സെൻസിറ്റീവ് ആൾക്കാർ, നമ്മളത് ഒരു പ്ലാൻ ഇല്ലാത്ത യാത്രയാണ്, അതിൽ വന്നിട്ട് ഇന്ന് എവിടെയാണ് പോണേ, നാളെ എവിടെയാണ് പോണേ, ഇന്നിങ്ങനെ പോയാൽ അങ്ങനെ സംഭവിക്കില്ലേ, നമ്മളുള്ള കോൺഫിഡൻസ് കൂടെ പോയി കിട്ടും. അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് ധൈര്യമൊക്കെ ഉള്ള, എന്തൊക്കെയൊക്കെ വന്നാൽ അത് ഫേസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് സംസാരിക്കുന്ന, അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് ട്രാവൽ കമ്പാനി വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പോയതൊന്നും അങ്ങനത്തെ ആൾക്കാർ കൂടി ഒന്നല്ല. അഡ്ജസ്റ്റ്മെന്റുകളായിരുന്നു, കുറേയൊക്കെ ലേണിംഗ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ലൈഫ് പാർട്ണറെ പറ്റി പറയുകയാണെങ്കിൽ പൊസസീവ്നെസ് ഒന്നും ഉണ്ടാവരുത്. നീ അവിടെ പോവരുത്, ഇവിടെ പോവരുത്, അവൻ്റെ കൂടെ പോവരുത്. ലൈക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് സോളോ പ്ലാൻ ഇല്ലാതെ. അതിലൊക്കെ വന്നിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുക, നമ്മളെ യാത്രകളെ തടയുക, നമ്മളെ തന്നെ ഗ്രോത്തിനില്ലാതെയാക്കുക, അങ്ങനത്തെ ഒന്നുമല്ല. നമ്മളെ മനസ്സിലാക്കുന്ന, ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഈ ട്രാവൽ പാഷനൊക്കെ മനസ്സിലാക്കുന്ന, ട്രാവൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾ ട്രാവൽ ചെയ്യുന്ന എനിക്ക് ഒരു നിർബന്ധമില്ല. പക്ഷെ എന്നെ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കണം, എന്നെ കൺട്രോൾ ചെയ്യരുത്. അതാണ് മിനിമം ക്രൈറ്റീരിയ. അതൊക്കെ ബാക്കിയൊക്കെ പിന്നെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളല്ലേ. ഇതാണ് ബേസിക്, അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കമ്പാനിയന്റെ കാര്യം പറഞ്ഞു, ഇനി അത് ഹ്യൂമൺ ആണല്ലോ. ഹ്യൂമൺ അല്ലാണ്ട് ഏതെങ്കിലും യാത്രയിൽ ഇപ്പോൾ വല്ല ഡോഗോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂട്ടിന് വന്നിട്ടുണ്ടോ? ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണുമല്ലോ, മറ്റേ
ആ സ്ട്രീറ്റിലൊക്കെയുള്ള ഡോഗ്സ് ഒക്കെ നമ്മളെ കൂടെ വരാന്നൊക്കെ, അങ്ങനെ വല്ല കമ്പനി ലൈഫിൽ വന്നിട്ടുണ്ടോ? നേപ്പാൾ യാത്രയൊക്കെ വന്നിട്ടുണ്ട്. നേപ്പാളിലെ പട്ടികളൊക്കെ മീൻസ് അവരൊക്കെ പട്ടികൾ നായകളൊക്കെ ഭയങ്കര നല്ല, അതായത് ഇതല്ല ഭയങ്കര അക്രമാസക്തമല്ല, ഭയങ്കര സ്നേഹമുള്ള ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൂടെ അക്കമ്പനി ചെയ്ത് വരും, നമ്മളെ കൂടെ പോരും. പക്ഷെ എന്താ അറിയോ, എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റാറില്ല. ഇവരൊക്കെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ കെയർ ചെയ്യുക, ഒരു മിനിമം പരിഗണന കാണിക്കണം. അത് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനത്തെ പെറ്റിനെ വല്ലാതെ കൊണ്ട് നടക്കാറില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ട്, നേപ്പാൾ യാത്രയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരെ അട്ടിവിടുക ചെയ്യാം. സാധാരണ ഇപ്പൊ കേരളത്തിലൊക്കെയാണ് ഈ ഒരു തെരുവ് നായ ആക്രമണം കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ നേപ്പാളിലൊക്കെ ഒരുപാട് നായ്ക്കളുണ്ട്. അപ്പോ അവരാരും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഉപദ്രവിക്കുന്ന പോലൊന്നും നമ്മള് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര സ്നേഹമാണ്. മറ്റേ ട്രാവലോഗ് ബൈ ചിത്രന്റെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓനിങ്ങനെ ഡുങ്കുടു ഡിങ്കുടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നായ്ക്കളെ കൊണ്ടെടുക്കുന്നത് കാണാം. ശരിക്കും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ അവർ ആ യാത്ര മൊത്തമായിട്ട് നമ്മളെ കൂടെ വരും. പക്ഷെ എനിക്ക് പരിഗണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ ഒഴിവാക്കി വിടും. ഈ പറഞ്ഞ പോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭാഷ എപ്പോഴെങ്കിലും ഒരു തടസ്സമായിട്ടുണ്ടോ? ഭാഷ അറിയാത്തതോ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല സംസാരിക്കുക. ഇപ്പോൾ ഗുജറാത്ത് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് വേറെ ആയിരിക്കും, മീൻസ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വേറെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ആ ഒരു ഭാഷ കൊണ്ട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഭാഷ മസ്റ്റാണ്. അതായത് ഹിന്ദി, ഇംഗ്ലീഷ് മിനിമം അറിഞ്ഞിരിക്കണം. ഞാൻ ഫസ്റ്റ് സോളോയ്ക്ക് ഇറങ്ങുമ്പോഴൊന്നും എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല. ഞാനിങ്ങനെ യാത്ര പോയിട്ടാണ് ഹിന്ദി പഠിച്ചത്. പക്ഷെ ഹിന്ദി ഇംഗ്ലീഷ് അറിയെങ്കിൽ ബെറ്ററാണ്. അറിയില്ലെങ്കിൽ പ്രശ്നം, നന്നായിട്ട് പറ്റിക്കപ്പെടും. റൂമിന് റെൻറ്റ് കൊടുക്കുകയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ ഹിന്ദി അറിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ചാമ്പും. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ പോവുകയാണെങ്കിൽ ഓട്ടോ ജസ്റ്റ് നമുക്ക് 2 കിലോമീറ്റർ പോകാനുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ചുറ്റി വളഞ്ഞിട്ട്, നമുക്കറിയില്ലല്ലോ, ചുറ്റി വളഞ്ഞിട്ട് അവർ 70-80 ഒക്കെ എക്സ്ട്രാ വാങ്ങിക്കും. ഭാഷ അറിയാന്നുള്ള നിർബന്ധമാണ്. ഇനി ഭാഷ അറിയാതെ കുടുങ്ങിയത് എപ്പോഴാച്ചാൽ നേപ്പാളിലെ കുറച്ച് ഉൾഗ്രാമങ്ങളിലേക്ക് പോയപ്പം അവിടുത്തെ ദീദിമാർക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അവരവരെ ലോക്കൽ ലാംഗ്വേജാണ് പറയുന്നത്. നമുക്ക് ഉപ്പ് വേണേനും നമുക്ക് ഉപ്പിനെ ഹിന്ദിയിൽ പറയാം, അത് ചോദിച്ചു നോക്കി അറിയില്ല. സാൾട്ട് എന്ന് പറഞ്ഞിട്ടും അറിയില്ല. ഉപ്പ് എങ്ങനെയും കിട്ടണം. അവസാനം ഫോണിൽ പിക്ചറൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഉപ്പ് കുറച്ച് കിട്ടിയത്. അപ്പൊ അന്ന് ആ ലോക്കൽ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കാൻ എന്തായാലും പോസിബിൾ അല്ല. അവരെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പോസിബിൾ അല്ല. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയ ഒരു ചെറിയ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഭാഷ നിർബന്ധമാണ്. ഇപ്പോൾ വൃന്ദ ഒരു ട്രാവലറാണ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ട്രാവലറെ കാണുന്ന സമയത്ത് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ട്രാവലർ ഉണ്ടോ ഇൻസ്പയർ ആയിട്ടുള്ള? ഉണ്ട്. ട്രാവലോഗ് ബൈ ചിത്രൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ചിത്രൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. ഒരു ടൈമിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് അന്ന് രാത്രി ഉറക്കം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് മൂപ്പരത് ഫുള്ള് കാണൂല. കാരണം നേപ്പാളിൽ എനിക്ക് തോന്നുന്നു അത്രയും പിക്ചറൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ചിത്രനായിരിക്കും. പിന്നെ ചിത്രം ഞാൻ തമ്മിൽ കുറേ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. നടത്തം, ഞാനും നടത്തം, മൂപ്പരും നടത്തം, ക്യാമ്പിങ്, സോളോ ആണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിത്രനാണ്. ചിത്രനെ പോലെയൊക്കെ ആവണം എന്നാണ്. വിൽപ്പവർ മൂപ്പര് 2 വർഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എനിക്ക് അതുപോലെയൊക്കെ ഒരു ലോങ് പീരീഡിൽ യാത്ര ചെയ്യണമെന്നാണ് ആഗ്രഹം. പറ്റുമോ അങ്ങനെ വീട്ടുകാരൊക്കെ കാണാണ്ടിരിക്കാൻ കുറെ കാലം? 2 മാസം കഴിഞ്ഞാൽ വീട്ടിൽ പോകണം എന്നാണ്. എന്നാലും ശ്രമിക്കണം. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. 2 മാസം കഴിയുമ്പോഴേക്കും ഒരു 2 വർഷമായ പോലെ ആയിരിക്കും അമ്മ വിളിച്ചിട്ട് വീട്ടിലേക്ക് വാ, കുറെ ആയില്ലേ പോയിട്ട്. അപ്പൊ അവരിങ്ങനെ സെന്റിമെന്റലായി സംസാരിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് വരെയുള്ള ത്വര കൂടും. എത്ര മാസങ്ങളെ മാക്സിമം വീട്ടിൽ നിന്ന് മാറി നിന്നല്ലേ ട്രിപ്പിന് വേണ്ടിയിട്ട്? ഇപ്പൊ പോയത് 2 മാസം 2.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ശരിക്കും 8 മാസത്തിന് ഇറങ്ങിയതായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി 2 മാസം കൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് അതിന് പോസിറ്റീവും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടാറുണ്ട്. പോസിറ്റീവ് നമ്മൾ എന്തായാലും ഓക്കെ ആണല്ലോ. ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്യാറ്? അല്ലെങ്കിൽ ആ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവ് കമന്റ്സ് ഇനിയും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എവിടെയും പോകാൻ പറ്റാതെ വീട്ടിലിരുന്നാണ്ട് എന്തോ ആലോചിച്ച് കൂട്ടി ഫ്രസ്ട്രേഷൻ അടിക്കുന്നവരായിരിക്കും നെഗറ്റീവ് പറയുന്നത്. എനിക്ക് ഒരു പരാതിയില്ല. അവരവരെ പറയട്ടെ, മീൻസ് അവരെ അഭിപ്രായം പറയട്ടെ, എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. ഞാൻ നെഗറ്റീവ് കമന്റ്സിനും ഒന്നെങ്കിൽ ലവ് ചിഹ്നമോ അല്ലെങ്കിൽ ചിരിയോ ആണ് ഇട്ട് കൊടുക്കാറുള്ളത്. കുഴപ്പമില്ല, നോ പ്രോബ്ലംസ്. ഇനി നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ് ട്രിപ്പ് ഉടനെ ഉണ്ടാവും. നേരെ ഉത്തരാഖണ്ഡ് പോകണം, വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിങ് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പുറത്ത് സ്പിറ്റി ഉണ്ട്, ഇപ്പുറത്ത് നേപ്പാളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറണം. അൺപ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു യാത്ര
പോകണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വൃന്ദയാണ്. വൃന്ദയുടെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾക്ക് കേൾക്കാൻ പറ്റി. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ വൃന്ദയ്ക്ക് പോകാൻ പറ്റട്ടെ. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ കേൾക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. നന്ദി.